Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് എല്ലാം വ്യൂ ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ കുറച്ച് വാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ഗ്രാമറും ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ OET ലെറ്ററിനെ എഴുതാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ, അതുപോലെ തന്നെ എപ്പോഴും എല്ലാവർക്കും ഡൗട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതെനിക്ക് പലരും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഫസ്റ്റ്ലി നമുക്ക് പ്രിപ്പോസിഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രിപ്പോസിഷൻസ് ആക്ച്വലി നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പഠിച്ചു വരുന്നതാണ് അല്ലേ, പ്രിപ്പോസിഷൻസിൻ്റെ യൂസേജ്. പക്ഷെ ഇന്നും പലരും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് ചെറുതായിട്ടൊരു സിമ്പിളായ ടെക്നിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇൻ, ഓൺ, അതുപോലെ തന്നെ അറ്റ്, ഈ 3 പ്രിപ്പോസിഷൻസിൻ്റെ യൂസേജ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് എപ്പോഴും OET ലെറ്ററിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതും ഈ 3 എണ്ണമാണ്. അപ്പോൾ ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് 2D എന്ന് ഓർക്കുക. ഓക്കെ, 2D എന്ന് പറയുന്നത് ന്യൂമോണിക് ആയിട്ട് ഓർത്താൽ മതി. 2D എന്ന് പറയുമ്പോൾ ഫസ്റ്റ് D സ്റ്റാൻഡ്സ് ഫോർ ഡേ, സെക്കൻഡ് വൺ ഡേറ്റ്. അപ്പോൾ ഡേക്കും ഡേറ്റിന് മുന്നിലായി നമ്മൾ എപ്പോഴും ഓൺ എന്നാണ് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഡേറ്റ് പലപ്പോഴും നമുക്ക് അഡ്മിറ്റഡ് ഡേറ്റോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഡേറ്റോ ഒക്കെ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ ഓൺ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് എഴുതുന്നത്, അത് ഓർക്കുക. അതുപോലെ തന്നെ ഡേ, ഇപ്പോൾ ഓൺ മൺഡേ, അങ്ങനെ അത് ഓർക്കുക. അപ്പോൾ ഡേ ആൻഡ് ഡേറ്റിന് ബിഫോർ ആയിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഷോർട്ടർ പീരീഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമുക്ക് ഇപ്പം ഒരു ഹോം വിസിറ്റ് ആയിക്കോട്ടെ, അപ്പോൾ ഓൺ യെസ്റ്റർഡേസ് വിസിറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓൺ അഡ്മിഷൻ, നമ്മുടെ ലെറ്ററിൽ യൂസ് ചെയ്യുന്ന പല ഫ്രേസസ് ആട്ടോ പറയുന്നത്. ഓൺ ഇൻവെസ്റ്റിഗേഷൻസ്, ഓൺ ഫിസിക്കൽ എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പോൾ അതെല്ലാമാണ് നമ്മൾ സാധാരണ ഓൺ യൂസ് ചെയ്യുന്ന പ്ലേസസ്. അപ്പോൾ ഇതൊക്കെ ഓർക്കുക. സ്പെഷ്യലി ഡേ ആൻഡ് ഡേറ്റിന് ബിഫോർ ആയിട്ട് ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷോർട്ടർ പീരീഡിന് മുന്നിലായിട്ട് നമുക്ക് ഓൺ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് മൈ എന്ന് ഓർക്കുക. മൈ എന്ന് പറയുമ്പോൾ M സ്റ്റാൻഡ്സ് ഫോർ മന്ത് ആൻഡ് Y സ്റ്റാൻഡ്സ് ഫോർ ഇയർ. അപ്പോൾ മന്തിനും ഇയറിനും മുന്നിലായിട്ട് നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ലെറ്ററിൽ എഴുതേണ്ടതായിട്ട് വരാണ്ട് ഇൻ ജാനുവരി, അതുപോലെ തന്നെ ഇൻ 1990. അപ്പോൾ മന്തിനും ഇയറിനും മുന്നിലായിട്ട് ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ, മൈ എന്ന് ഓർക്കുക, ഓൺ, 2D എന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ ആണ് അറ്റ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് പ്ലേസിനും അതുപോലെ തന്നെ ടൈമിനും മുന്നിലാണ്. നമ്മുടെ OET ലെറ്ററിൽ മിക്കവാറും നമുക്ക് എഴുതേണ്ടി വരുന്നത് ടൈമിന് മുന്നിലാണ്. അതായത് ഡിസ്ചാർജ് റെക്കമെൻഡേഷൻസിൽ പലപ്പോഴും പേഷ്യന്റിനുള്ള ഫോളോ അപ്പ് അപ്പോയിൻമെന്റ്, അതായത് എത്ര ടൈമും അതുപോലെ ഡേറ്റും ഒക്കെ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ എക്സ് ഹാസ് ആൻ അപ്പോയിൻമെന്റ് ഓൺ എന്ന് പറഞ്ഞ് നമ്മൾ ഡേറ്റ് എഴുതും at 2 PM. അപ്പോൾ ഇൻ, ഓൺ, അറ്റ്, അതിന്റെ യൂസേജ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. OET ലെറ്ററിൽ പലപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്ന ഭാഗമാണ് ക്യാപിറ്റൽ ലെറ്ററിന്റെ യൂസേജ് എങ്ങനെയാണ്, എവിടെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതേണ്ടത്. ഇത് പലപ്പോഴും നമുക്ക് ഡൗട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ ജനറൽ ആയിട്ട് ക്യാപിറ്റലൈസേഷൻ റൂൾ തന്നെയുണ്ട് ആക്ച്വലി. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. അതായത് ഏതൊരു സെന്റൻസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപ്സ് ലോക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ I, അതായത് ഞാൻ എന്നർത്ഥം വരുന്ന I നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാപ്സ് ലോക്കിലാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ലെറ്റർ ഓഫ് കോട്ടഡ് സെന്റൻസ് നമ്മൾ ക്യാപ്സ് ലോക്കിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് കൊട്ടേഷനുള്ളിൽ നമ്മൾ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലോക്ക് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് പ്രോപ്പർ നൗണുകൾ, അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഏതെങ്കിലും ആരുടെയെങ്കിലും പേര് എഴുതുകയാണെങ്കിൽ അതെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന്റെ നെയിം, അതെങ്കിലും ഒരു പ്ലേസ്, അപ്പൊ ഇതെല്ലാം ഈ നെയിമുകളെല്ലാം വരുന്നത് നമുക്ക് നമ്മുടെ ലെറ്ററിൽ പലപ്പോഴും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പേഷ്യന്റിന്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സിൽ റിസീവറിന്റെ നെയിം എഴുതേണ്ടി വരുന്നുണ്ട്. അവിടെ തന്നെ അഡ്രസ്സിൽ തന്നെ പ്ലേസിന്റെ വരുന്നുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ നെയിം എഴുതേണ്ടി വരും. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലോക്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ജോബ് ടൈറ്റിൽസ്, നമുക്ക് അഡ്രസ്സിലും അതുപോലെ തന്നെ ലെറ്റർ എഴുതിയതിനു ശേഷം നമ്മൾ ആരാണ് എഴുതുന്ന ആള് അയാളുടെ ജോബ് ടൈറ്റിലും പലപ്പോഴും എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആണെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ സിയും ഹെൽത്ത് നേഴ്സിലെ എച്ചും അതുപോലെ തന്നെ നേഴ്സിലെ എന്നും നിങ്ങൾ ക്യാപ്സ് ലോക്കിലാണ് എഴുതേണ്ടത്. അപ്പോൾ ജോബ് ടൈറ്റിൽ എവിടെയൊക്കെ എഴുതുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപ്സ് ലോക്കിലാണ് എഴുതേണ്ടത്. ഇനി OET ലെറ്ററിൽ പലപ്പോഴും എഴുതേണ്ടി വരുന്നത് ചില ഡിസീസ് കണ്ടീഷൻസ് ആണ് അല്ലെ. അപ്പോൾ ഡിസീസ് കണ്ടീഷൻസ് ചില നെയിമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട്. അതിന് നമ്മൾ ഫസ്റ്റ് ക്യാപ്സ് ലെറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ
അപ്പൊ ഇത് കേൾക്കുമ്പോൾ പലരും എല്ലാ ഡിസീസ് കണ്ടീഷനും ക്യാപ്സ് ലോക്ക് എഴുതുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഡയബറ്റീസ് മെലിറ്റസ്, ഹൈപ്പർ ടെൻഷൻ, അതിനൊന്നും നമ്മൾ ഒരിക്കലും ക്യാപ്സ് ലോക്ക് അല്ല എഴുതേണ്ടത്. അതെല്ലാം നമ്മൾ സ്മോൾ ലെറ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ ക്യാപ്സ് ലോക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസീസ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ആളുടെ നെയിം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു ഡിസീസ് കണ്ടീഷനും ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലോക്ക് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. അപ്പൊ പാർക്കിൻസൺസ് ഡിസീസ്, അതുപോലെ തന്നെ അൽഷിമേഴ്സ് ഡിസീസ്, ഹോർണേഴ്സ് സിൻഡ്രോം, ബെൽസ് പാൽസി, ഡൗൺ സിൻഡ്രോം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് യൂഷ്വലായിട്ട് വരുന്ന പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസീസസ്. ഇതല്ലാതെ ഇനിയും കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം എപ്പോഴാണെങ്കിലും ആ ഡിസീസ് കണ്ടീഷൻ എഴുതുമ്പോൾ അത് ശ്രദ്ധിച്ചു വേണം എഴുതാനായിട്ട്. ബ്രാൻഡ് നെയിം, അതായത് മെഡിസിൻസിന്റെ ബ്രാൻഡ് നെയിമിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലോക്ക് ആയിരിക്കണം. അപ്പൊ പെനഡോൾ എല്ലാം ബ്രാൻഡ് നെയിം ആണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലെറ്റർ പി എന്ന് പറയുമ്പോൾ അത് ക്യാപ്സ് ലോക്കിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട് വരാം, എല്ലാ മെഡിസിൻസിനും ജനറിക് നെയിം ഏതാണ്, ബ്രാൻഡ് നെയിം ഏതാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല അല്ലെ, എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ലെറ്റർ ടാസ്കിൽ എങ്ങനെയാണോ മെഡിസിൻസിന്റെ നെയിം തന്നിരിക്കുന്നത് അതേപോലെ തന്നെ അങ്ങ് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ബ്രാൻഡ് നെയിം ആണോ അല്ലെങ്കിൽ ജനറിക് നെയിം ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. അതിലെങ്ങനെയാണോ ലെറ്റർ ടാസ്കിൽ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ക്യാപ്സ് ലോക്കിന്റെ യൂസേജ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്കിനി നെക്സ്റ്റ് നോക്കാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഫോർ അതുപോലെ തന്നെ സിൻസ്, ഇതിന്റെ യൂസേജ് നോക്കാം. ഓക്കെ, ഇത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ഐഡിയ പറയാം. സിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് സിൻസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്, എസ് ആണ് അല്ലെ. അപ്പോൾ അത് സ്പെസിഫിക് ടൈം ആണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എസ്, സിൻസിന്റെ എസ് ഓർക്കുക, സ്പെസിഫിക് ടൈമിലെ എസ് ഓർക്കുക. അപ്പോൾ സിൻസ് ഫോർ സ്പെസിഫിക് ടൈം. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പെസിഫിക് ടൈം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, അതായത് ഒരു ടൈം, ഒരു ഡേ ആവാം, ഒരു മന്ത് ആവാം, അതുപോലെ തന്നെ ഒരു ഇയർ ആവാം. അപ്പൊ സിൻസ് മൺഡേ, സിൻസ് 2 PM, സിൻസ് 1990, സിൻസ് ജാനുവരി, ഇതെല്ലാം ശരിയാണ്, ഒരു സ്പെസിഫിക് ടൈം അല്ലേ പറയുന്നത്. അപ്പൊ ഇനി ഫോർ എന്ന് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നതെന്ന് ഓർക്കുക. ഫോർ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ, അതായത് ഒരു ടൈം പീരീഡിനെ കുറിച്ചാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 years, ഓക്കെ, 4 years അല്ലെങ്കിൽ 4 months, 4 hours. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടൈം പീരീഡ് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് ഡയബറ്റിക് ആണ്, 2000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 2000 തൊട്ട് പേഷ്യന്റ് ഡയബറ്റിക് ആണെന്ന് നമുക്ക് പറയണം. അപ്പൊ അവിടെ 4 ആണോ സിൻസ് ആണോ യൂസ് ചെയ്യേണ്ടത്? അപ്പൊ 2000 എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് ടൈം ആണ് പറയുന്നത് അല്ലെ, സ്പെസിഫിക് ഇയർ തൊട്ടാണെന്ന് പറയുന്നത്, അല്ലാതെ ഒരു ഡ്യൂറേഷൻ അല്ല പറയുന്നത്. അപ്പൊ നമ്മൾ ഷീ ഹാസ് ബീൻ ഡയബറ്റിക് സിൻസ് 2000, മനസ്സിലായോ? ഇനിയിപ്പോൾ നമുക്ക് 2000 പകരം അവർ തന്നിരിക്കുന്നത് 21 years ബാക്ക് അല്ലെങ്കിൽ 21 years ആയിട്ട് പേഷ്യന്റ് ഡയബറ്റിക് ആണ്, അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, ഷീ ഹാസ് ബീൻ അല്ലെങ്കിൽ ഷീ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഡയബറ്റിക് ഫോർ ദ ലാസ്റ്റ് 21 years. ഓക്കെ, അല്ലെങ്കിൽ ഫോർ ദ പാസ്റ്റ് അല്ലെങ്കിൽ ഫോർ ദ ലാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ 4ന് പകരം നമുക്ക് ഓവർ ദ ലാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ സിൻസ് ആൻഡ് ഫോറിന്റെ യൂസേജ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സ്പെസിഫിക് ടൈം ആണെങ്കിൽ സിൻസും, ഒരു ടൈം പീരീഡിന്റെ ഡ്യൂറേഷൻ ആണ് പറയേണ്ടതെങ്കിൽ അവിടെ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ OET ലെറ്ററിലെ പലപ്പോഴും, അതായത് ട്രീറ്റ്മെന്റ് പ്ലാനിലോ അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ കൊടുത്ത ഭാഗത്തോ അങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഈ 3/52 അല്ലെങ്കിൽ 1/12, 1/7, അതും അല്ലെങ്കിൽ 2/24 അങ്ങനെയൊക്കെ തരും. അപ്പൊ പലർക്കും കൺഫ്യൂഷനാണ്, ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ 3/52 എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന എന്താണ്, 52 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 52 ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് 1 ഇയറിലെ 52 വീക്സ് ആണുള്ളത്. അപ്പോൾ 3/52 എന്ന് പറയുമ്പോൾ 3 വീക്സ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ആണ് എന്ത്, 52 എന്ന് പറയുമ്പോൾ 1 ഇയറിലേക്ക് 52 വീക്സ് ആണെന്ന് ഓർക്കുക. അപ്പൊ 3/52 എന്ന് പറയുമ്പോൾ 3 വീക്സ് ആണ്. ഇപ്പോൾ 1/52 ആണെങ്കിൽ 1 വീക്ക്, 10/52 ആണെങ്കിൽ 10 വീക്സ്. നെക്സ്റ്റ് സാധാരണ വരാറുണ്ട് 2/24. അപ്പൊ നമ്മൾ ചിന്തിക്കുക, 24 എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് എന്തായിട്ട് വരുന്നത്, 24 hour അല്ലെ. 24 hour എന്ന് പറയുമ്പോൾ 2/24 എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, 2 hour. അപ്പൊ സാധാരണ നമുക്ക് വരാതെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഗിവൺ 2/24, എവറി 2 hourly ഫിസിയോതെറാപ്പി കൊടുക്കണം എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ 2/24 എന്ന് പറയുമ്പോൾ 2 hour ആണെങ്കിൽ 10/24 10 hour. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് 1/7. അപ്പൊ 1/7 എന്ന് പറയുമ്പോൾ 7, അത് ഡിനോമിനേറ്ററിൽ വരുന്നത് 7 ആണ് അല്ലെ. അപ്പൊ 7 എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ് 7 days, 1 വീക്കിലുള്ള
7 days ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1/7 എന്ന് പറയുമ്പോൾ 1 day, 2/7 എന്ന് പറയുമ്പോൾ 2 day. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ 3/12. 3/12 എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, ഡിനോമിനേറ്ററിൽ ഇവിടെ എന്താ അവർ കിടക്കുന്നത്? 12 ആണ് കിടക്കുന്നത്. 12 എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അത് 12 months ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2/12 എന്ന് പറയുമ്പോൾ 2 months. 5/12 ആണെങ്കിൽ അത് 5 months. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ലെറ്റർ ടാസ്കിലെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും നന്നായി എഴുതണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആർട്ടിക്കിൾസിന്റെ യൂസേജ് നോക്കാം. എ, എൻ, അതുപോലെ തന്നെ ദ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന ഒരു ഭാഗമായിരിക്കാം എ, എൻ അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ നമുക്ക് കൗണ്ടബിൾ വേർഡ്സും അതുപോലെ തന്നെ അൺകൗണ്ടബിൾ വേർഡ്സും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും അതുപോലെ എൻ നമ്മൾ വവൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന എ, ഐ, ഒ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ആൻ എഴുതേണ്ടത്. അപ്പോൾ ആർട്ടിക്കിൾസിന്റെ യൂസേജിലെ ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ് എ, എൻ യൂസേജ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എ, എൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കൗണ്ടബിൾ വേർഡ്സും അൺകൗണ്ടബിൾ വേർഡ്സും ഉണ്ട്. അത് എല്ലാം നമുക്ക് പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് ബെറ്റർ നമുക്ക് OET എക്സാമിന് അല്ലെങ്കിൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അൺകൗണ്ടബിൾ വേർഡ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം കേട്ടോ. അക്കോമഡേഷൻ, അസിസ്റ്റൻസ്, അഡ്വൈസ്, അറ്റൻഷൻ, ഓൺഗോയിങ് കെയർ, അതുപോലെ തന്നെ സർജറി, ട്രീറ്റ്മെന്റ്, പെയിൻ, ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 5 വേർഡ്സും നമുക്ക് ആൻ യൂസ് ചെയ്യാൻ നമ്മൾ ടെൻഡൻസി കാണിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ് അല്ലേ? അതായത് എ വെച്ചാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺഗോയിങ് കെയർ എന്ന് പറയുമ്പോൾ ഓ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വവൽസിന്റെ ഒരു വവൽസ് ആണല്ലോ, അപ്പോൾ നമുക്ക് ആൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ആൻ യൂസ് ചെയ്യാം എന്ന് കരുതി നമ്മൾ പലരും തെറ്റി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളിത് ഓർത്ത് വെക്കുക, ഇത് അൺകൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എ, എൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിത് ഓർത്തിരിക്കാനായിട്ട് യൂസ് ചെയ്ത ഒരു ചെറിയൊരു സൂത്രം പറഞ്ഞുതരാം. ഓക്കെ, അതായത് പലപ്പോഴും ഞാൻ പലതും റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കാറ്. അപ്പോൾ ഞാൻ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. എനിക്കൊരു അക്കോമഡേഷൻ റെഡിയാക്കാൻ ആരുടെ അഡ്വൈസോ അസിസ്റ്റൻസോ അതുപോലെ തന്നെ അറ്റൻഷനോ വേണ്ട, ഓൺഗോയിങ് കെയറും വേണ്ട. ആൻ യൂസ് ചെയ്യേണ്ടി വരുന്ന OET ലെറ്ററിൽ തന്നെ ആൻ പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് OET ലെറ്ററിൽ മെയിനായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തെ കാര്യമായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു 5 വേർഡ്സ് ഞാൻ പറയാം. അസസ്മെന്റ്, അറേഞ്ച്മെന്റ്, ഓപ്പറേഷൻ, അതുപോലെ തന്നെ എക്സ്റേ, MRI. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ എക്സ്റേക്കും MRIക്കും എല്ലാം മുന്നിൽ ആൻ എന്ന് യൂസ് ചെയ്യണം. കാരണം അവിടെ പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ടാണ് നമ്മൾ വവൽസ് ആണ് അവിടെ വരുന്നത് പ്രൊനൗൺസിയേഷൻ. അതുകൊണ്ടാണ് ആൻ യൂസ് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ സർജറി അൺകൗണ്ടബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഓപ്പറേഷൻ ഇവിടെ കൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് ആൻ എന്ന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് ഓർക്കാനായിട്ട് ഒരു ഓപ്പറേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അസസ്മെന്റ് ചെയ്യും അല്ലെ അതിന് മുന്നേ ആയിട്ട്. അപ്പൊ അസസ്മെന്റ്, അറേഞ്ച്മെന്റ്, ഓപ്പറേഷൻ അത് ഓർത്തിരിക്കുക. അതിന് മുന്നിലായിട്ട് ആൻ വേണം. എക്സ്റേ ആൻഡ് MRIക്ക് മുന്നിലായിട്ടും ആൻ വേണം. ഇത് വളരെ ചുരുക്കം വേർഡ്സ് ആണ്, അതായത് കോമൺ ആയിട്ട് യൂസേജ് വരുന്ന വേർഡ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറിവിലേക്കായിട്ട് അത് ഷെയർ ചെയ്തെന്ന് മാത്രം. നെക്സ്റ്റ് യൂസേജ് ഓഫ് ദ. അപ്പോൾ ദ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതൊരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതിന് മുന്നിലായിട്ടാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ OET ലെറ്ററിൽ പറയുമ്പോൾ അഡ്രസ്സിൽ റിസീവറിന്റെ നെയിം തരാതെ ഡയറക്റ്റ് നമ്മൾ ഡെസിഗ്നേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ദ ഡയറ്റീഷ്യൻ, ദ സോഷ്യൽ വർക്കർ അങ്ങനെ എഴുതാറുണ്ട് അല്ലേ? അത് സ്പെസിഫിക് കാര്യമാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു കംപ്ലൈന്റ് ആയിട്ടാണ്, ഒരു സ്പെസിഫിക് കംപ്ലൈന്റ് ആയിട്ടാണ് പേഷ്യന്റ് വരുന്നതെങ്കിൽ നമ്മൾ പറയും മിസ്റ്റർ എക്സ് വാസ് അഡ്മിറ്റഡ് വിത്ത് ദ കംപ്ലൈന്റ് ഓഫ് എന്ന് പറയും അല്ലെ? വിത്ത് കംപ്ലൈന്റ്സ് ഓഫ് എന്ന് പറയുന്നതിന് പകരം വിത്ത് ദ കംപ്ലൈന്റ് ഓഫ് അബ്ഡോമിനൽ പെയിൻ. അപ്പൊ അവിടെ സ്പെസിഫിക് കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷെ ആ ഹോസ്പിറ്റലിന്റെ നെയിം നമുക്ക് സ്പെസിഫൈ ചെയ്ത് അവർ തന്നിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റഡ് ടു ദ എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിന്റെ നെയിം നമ്മൾ എഴുതണം. ഇതിനെല്ലാം പുറമെ ദാ നമ്മൾ പല സ്ഥലങ്ങളിലും തീർച്ചയായും യൂസ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്സ്, അതായത് ഓർഗൻസ്, അതുപോലെ തന്നെ ബോഡി സിസ്റ്റം, ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തതിന് മുന്നിലായിട്ട് നമ്മൾ ദ യൂസ് ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദ റൈറ്റ് നീ ജോയിന്റ് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ നീ ജോയിന്റ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ദ റൈറ്റ് നീ ജോയിന്റ് അല്ലെങ്കിൽ ദ റൈറ്റ് ഇയർ അങ്ങനെ പറയണം. ഇപ്പം ആ ദ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രൊനൗൺസ് യൂസ് ചെയ്തിട്ട് ഹിസ് റൈറ്റ് ഇയർ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ദ എഴുതേണ്ടതായിട്ടില്ല. പ്രൊനൗൺ അവിടെ നമ്മൾ യൂസ് ചെയ്തു, ഹിസോ അല്ലെങ്കിൽ ഹെർ, ഹിസോ ഹെർ അല്ലെങ്കിൽ ഹെർ റൈറ്റ് ഇയർ എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ ദ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അല്ല, പ്രൊനൗൺ ഇല്ലെങ്കിൽ നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് ദ എന്ന് നമ്മൾ ഏതൊരു ബോഡി ഓർഗന് മുന്നിലും നമ്മൾ ദ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ
സിസ്റ്റംസ്, അതായത് ബോഡി സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ ദ നെർവസ് സിസ്റ്റം അല്ലെ, അല്ലെങ്കിൽ ദ റീനൽ സിസ്റ്റം. അപ്പൊ ഏതെങ്കിലും സിസ്റ്റത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്യുകയാണെങ്കിലും അവിടെ നമ്മൾ ദ യൂസ് ചെയ്യണം. ഇതിനെല്ലാം പുറമെ സീറോ ആർട്ടിക്കിൾ, അതായത് സീറോ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറ്റാത്ത, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അൺകൗണ്ടബിൾ ആയിട്ടുള്ള എവിടെയും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സീറോ ആർട്ടിക്കിൾ ലോ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഒരിക്കലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റാത്തത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ഇൽനെസ്സുകൾ നമ്മൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നിലായിട്ട് നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ ക്യാൻസർ. ഇപ്പോൾ സീരിയസ് അല്ല, മൈനർ ഇൽനെസ് ആണെങ്കിൽ നമുക്ക് അവിടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാം. എ സിവിയർ ഹെഡേക്ക് അല്ലെങ്കിൽ എ പെർസിസ്റ്റന്റ് കഫ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സാധാരണ അല്ലെ, എ ഡ്രൈ കഫ്. അപ്പോൾ സീരിയസ് ഇൽനെസ്സിന് മുന്നിലായിട്ട് നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. അത് സീറോ ആർട്ടിക്കിൾ ലോയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു പ്ലേസ് ആണ് ഇമോഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് എന്ന് പറയാം. അതായത് നമുക്ക് പല ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് എലിവേഷന്റെ കാര്യങ്ങളൊക്കെ പറയില്ലേ, അവിടെ ഒന്നും നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ ആണ് ആങ്സൈറ്റി, ആങ്കർ. അതിനൊന്നും മുന്നിൽ നമ്മൾ ഒരിക്കലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യരുത്. അത് സീറോ ആർട്ടിക്കിളിലാണ് പെടുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ഭാഗമാണ് പ്ലൂറൽ, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ വേർഡ്സിന് മുന്നിലായിട്ട് നമുക്ക് ഒരിക്കലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. ഞാനിവിടെ പറയുന്നത് പ്ലൂറൽ, അൺകൗണ്ടബിൾ ആൻഡ് കൗണ്ടബിൾ വേർഡ്സ്. കൗണ്ടബിൾ വേർഡ്സ് ആയിക്കോട്ടെ അൺകൗണ്ടബിൾ വേർഡ്സ് ആയിക്കോട്ടെ, അത് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയറി പ്രൊഡക്ട്സ്, അത് പ്ലൂറൽ ആണ് അല്ലെ, അപ്പൊ അതിന് മുന്നിലായിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സീറോ ആർട്ടിക്കിൾസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആർട്ടിക്കിൾസിന്റെ യൂസേജ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു ഡിസ്കഷൻ ആണ് നടത്തിയത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി മീറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.